എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം. പുതിയ ഒരാഴ്ച തന്ന കർത്താവിനെ പ്രത്യേകം സ്തുതിക്കുന്നു. ഈ ആഴ്ച നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിൻ്റെ ആഴ്ചയായി മാറട്ടെ. പ്രത്യേകിച്ച് ഈ ആഴ്ചയിൽ ഞാൻ കാനഡയിലേക്ക് യാത്ര ചെയ്യുന്നു. 24, 25, 26 ഈ തീയതികളിൽ കാനഡയിലുള്ള ഒരു പ്രത്യേക മീറ്റിങ്ങിനായിട്ട് കടന്നു പോകുന്നു. കർത്താവിൻ്റെ അത്ഭുതങ്ങൾ ആ രാജ്യത്ത് കർത്താവ് ചെയ്യേണ്ടതിന് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ചോദിക്കുന്നു. അതുപോലെ കാനഡയിൽ ജീസസ് എവരിഡേ കാണുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അവിടെ വെച്ച് എന്നെ കോണ്ടാക്ട് ചെയ്യാം. നേരിട്ട് കാണാനുള്ള അവസരമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് കർത്താവിൻ്റെ ജനം കർത്താവിൽ നിറഞ്ഞ് ബലപ്പെട്ട് മുന്നോട്ട് പോകണം. നമുക്ക് എന്തെല്ലാം ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം. അതായത് ഒരു പക്ഷിയെക്കുറിച്ച് പറയുമ്പോൾ പക്ഷിക്ക് പറക്കാൻ ആരോടും പെർമിഷൻ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. എപ്പോൾ വേണമെങ്കിലും പറക്കാം. കാരണം ചിറക് സ്വന്തമാണ്. സ്വന്തം ചിറകിലാണ് പറക്കുന്നത്. ആരോടും അനുവാദം ചോദിക്കേണ്ട, ഞാനൊന്ന് പറന്നോട്ടെ. അടുത്തത് ചിറക് സ്വന്തമാണ്. രണ്ടാമത്തെ കാര്യം, ആകാശം ആരുടെയും സ്വന്തവുമല്ല. സ്വന്തം ചിറകും ആ ചിറക് വെച്ച് ആരുടെയും സ്വന്തമല്ലാത്ത ആകാശത്ത് എത്ര വേണമെങ്കിലും പറക്കാം. ഒരു ദൈവ പൈതൽ ഇത് തിരിച്ചറിയണം. ആരുടെയും പെർമിഷൻ വേണ്ട സുവിശേഷം അറിയിക്കാൻ. പലരും പറയും ഇവിടെ അത് അറിയിക്കാൻ പാടില്ല. യേശു പറഞ്ഞു, നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാണ്. ഉയരത്തിലെ ശക്തി കിട്ടിയാൽ, ഉയരത്തിലെ ശക്തി ഉണ്ടെങ്കിലേ ഈ ചിറക് വെച്ച് പറക്കാൻ പറ്റൂ. നമുക്ക് പെർമിഷൻ കർത്താവ് തന്നിരിക്കുകയാണ് ഭൂമിയുടെ അറ്റത്തോളം പറക്കാൻ. എവിടെയും പോയി നമ്മൾ ഈ സുവിശേഷം അറിയിക്കണം. എവിടെയും ആകാശത്തിൻ്റെ കീഴെ സകല സൃഷ്ടികളോടും പറയേണ്ട ഒരു സന്ദേശം. സുവിശേഷം സകല സൃഷ്ടികളോടും പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനമുണ്ടാകും. പ്രവചിക്കുമെന്നല്ല, പ്രസംഗിക്കും. നമ്മെ ദൈവം വിളിച്ചത് പ്രവചിക്കാനല്ല, പ്രസംഗിക്കാനാണ്. ചില സാഹചര്യങ്ങളിൽ നമുക്ക് പ്രവചിക്കേണ്ടി വരും. എന്നാൽ മെയിനായിട്ട് സുവിശേഷം, യേശു ക്രിസ്തു സകല മാനവജാതിക്കും വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു എന്നുള്ള സുവിശേഷം പറയുവാൻ രക്ഷിക്കപ്പെട്ട ഓരോ ദൈവമക്കൾക്കും ദൈവം അവസരം തന്നിട്ടുണ്ട്, അധികാരം തന്നിട്ടുണ്ട്. അതിനുള്ള ശക്തി ഇരുന്ന് പ്രാപിച്ചിട്ട് പറക്കണം. ഒത്തിരി പേര് പറയും ഇവിടെ അതിന് പെർമിഷൻ ഇല്ല. എന്നാൽ പെർമിഷൻ സ്വർഗമാണ് നമുക്ക് തന്നിരിക്കുന്നത്. അത് ജ്ഞാനത്തോടെ ഉപയോഗിക്കണം. വിവേകത്തോടെ അത് കൈകാര്യം ചെയ്യണം. ജ്ഞാനവും വിവേകവും ഉപയോഗിച്ച് സുവിശേഷം എല്ലാ സൃഷ്ടികളുടെ അടുക്കൽ എത്തിക്കണം. അതിനുവേണ്ടി കർത്താവ് തിരഞ്ഞെടുത്ത കർത്താവിൻ്റെ വിലപ്പെട്ട മാനപാത്രങ്ങളെ നിങ്ങൾ മുന്നോട്ട് പോകും. അടങ്ങിയിരിക്കരുത്. ഈ സത്യം എല്ലാവരോടും പറ. എന്താണ്? നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. നിങ്ങൾ യേശുവിനെ വിശ്വസിച്ചാൽ നിങ്ങൾ വീണ്ടും ജനിക്കും. നിങ്ങൾ പുതിയ സൃഷ്ടികളായി മാറും. നരകം മാറിപ്പോവും. സ്വർഗം നിങ്ങളുടേതായി മാറും. നിത്യജീവൻ നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ശാപം നിങ്ങളെ തൊടുകയില്ല. രോഗം നിങ്ങളെ തൊടുകയില്ല. മരണത്തിൽ നിങ്ങൾ പുറത്തു വരും. നിത്യജീവൻ നിങ്ങളുടേതാണ്. നിങ്ങൾ ദൈവമക്കളായി മാറും. നിങ്ങൾ ദൈവത്തിനുള്ളവരായി തീരും. നിങ്ങൾ അതിനൊരു തീരുമാനമെടുത്ത് വാഗൊണ്ട് ഏറ്റുപറഞ്ഞ് ചുവടുകൾ വെക്കണം എന്ന് മറ്റുള്ളവരെ ഒരു തീരുമാനത്തിലേക്ക് നയിക്കുവാൻ സുവിശേഷം അറിയിക്കുന്നവർക്ക് ദൈവം അനുവാദം വെച്ചിരിക്കുന്നു. അതായത് വിശ്വസിക്കാൻ തക്കവണ്ണം പ്രസംഗിക്കണം. അതാണ് അപ്പോസ്തല പ്രവൃത്തി 14-ാം അധ്യായത്തിൽ പൗലോസ് വിശ്വസിക്കുവാൻ തക്കവണ്ണം അവരോട് പ്രസംഗിച്ചു എന്ന്. അപ്പോൾ മറ്റുള്ളവരുടെ അകത്ത് വിശ്വാസം ഉളവാകുന്ന നിലയിൽ സംസാരിക്കണം. എന്തെങ്കിലും പറഞ്ഞ് അവരെ പ്രകോപിപ്പിച്ചു പോരരുത്. അവരുടെ അകത്തൊരു വിശ്വാസം ഉണ്ടാക്കണമെങ്കിൽ അതിനുള്ളൊരു പ്രാർത്ഥന നമുക്ക് വേണം. ദൈവമക്കൾ അങ്ങനെയുള്ളവരായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ച് നിങ്ങളെ അതിനായിട്ട് ദൈവസന്നിധിയിൽ സമർപ്പിക്കും. നമുക്ക് റോമാലേഖനത്തിലോട്ട് കടന്നു വരാം.
9-ാം അധ്യായം 12-ാം വാക്യം. മൂത്തവൻ ഇളയവനെ സേവിക്കുമെന്ന് അവളോട് കർത്താവ് അരുളി ചെയ്തു. ഞാൻ യാക്കോബിനെ സ്നേഹിച്ച് ഏശാവിനെ ദേഷിച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ആകയാൽ നാം എന്തു പറയേണ്ടു? 14-ാം വാക്യം. ആകയാൽ നാം എന്തു പറയേണ്ടു? ദൈവത്തിൻ്റെ പക്കൽ അനീതിയുണ്ടോ? ഒരു നാളുമില്ല. അതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത്. യാക്കോബിനെ സ്നേഹിച്ചു, ഏശാവിനെ ദ്വേഷിച്ചു. അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. കളിമണ്ണിനോട് കുശവൻ ഇഷ്ടം പോലെ ചെയ്യാം, ചോദ്യങ്ങളില്ല. മണ്ണുകൊണ്ടുണ്ടാക്കിയ മനുഷ്യനോട് ദൈവം എന്ത് കാണിച്ചാലും ചോദിക്കാനില്ല. അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ വിഡ്ഢികളാണ്. കളിമണ്ണിനെ കുശവൻ ഇഷ്ടം പോലെ തനിക്ക് ബോധിച്ചതുപോലെ ചെയ്യാൻ അവകാശമുണ്ട്. നമ്മളങ്ങനെയാണല്ലോ. നമ്മുടെ കയ്യിൽ കിട്ടുന്നതെല്ലാം ബോധിച്ചതുപോലെ. നമുക്കൊരു മീൻ കിട്ടിയാൽ ചിലപ്പോൾ വറക്കും, ചിലപ്പോൾ അത് ഫിഷ് മോളിയാക്കും, ചിലപ്പോൾ അത് പപ്പാസ് എന്ന എനിക്കറിയില്ല, കുറച്ച് പേരൊക്കെ പറയുകയാണ്. പല രീതിയിൽ നമ്മളതിനെ ചെയ്യും. മീനത് ചോദ്യം ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇതുപോലെ നമുക്ക് ചോദ്യങ്ങളൊന്നുമില്ല. ദൈവത്തിൻ്റെ ഇഷ്ടം. എന്നിട്ടും ദൈവം യാക്കോബിന് വെറുതെ അല്ല അവസരം കൊടുത്തത്. യാക്കോബെ, നിന്നെയാണ് ഞാൻ സ്നേഹിക്കുന്നത്, എന്നാൽ മൂത്തവൻ അവകാശിയാണ്, എന്നാൽ നീ അത് പ്രാപിച്ചെടുക്കണം. ദൈവരാജ്യത്തിൻ്റെ പ്രത്യേകത രക്ഷയൊഴികെ സകലത്തിലും നാം വില കൊടുക്കണം. രക്ഷ കർത്താവിലൂടെ ലഭിച്ചതാണ്. അതും ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാഗുകൊണ്ട് ഏറ്റുപറഞ്ഞ് നമ്മളെടുക്കുന്ന എഫർട്ടാണ്. അതിനുശേഷം അനവധി തീരുമാനങ്ങൾ നമ്മൾ എടുക്കണം. അനേക ത്യാഗപരമായ ചുവടുകൾ വെക്കണം. അനുഗ്രഹം വെറുതെ കിട്ടില്ല, വില മുടക്കി മാത്രമേ കിട്ടൂ. അതിന് വിലയുണ്ട്. ഒരു വജ്രം അത് ഭൂമിക്കടിയിൽ നിന്ന് പുറത്തു വരുമ്പോഴും അത് വജ്രമാണ്, എന്നാൽ അതിന് മനോഹാരിതയില്ല. എന്നാൽ ചിലർ വില മുടക്കി അതിനെ ചെത്തി അതിൻ്റെ ഷേപ്പ് വരുത്തുമ്പോഴാണ് അത് വെട്ടിത്തിളങ്ങുന്ന ഒന്നായി മാറുന്നത്. അല്ലാത്ത പക്ഷം അതൊരു കൽക്കരിയുടെ ഒരു ഭാഗമാണ്. അതിനെ തിളക്കമുള്ളതാക്കി മാറ്റുവാൻ അതിൻ്റെ പുറകിൽ കുറെ വില മുടക്കുന്നവരുണ്ട്. ഇതുപോലെ തന്നെയാണ് നാം രക്ഷിക്കപ്പെട്ടു എന്ന് കരുതി വിലയുള്ളവരാകണമെന്നില്ല. രക്ഷിക്കപ്പെട്ട ശേഷം നമ്മിൽ വരുന്ന ഷേപ്പുകളാണ്, നമ്മിൽ വരുന്ന മാറ്റങ്ങളാണ് തിളക്കമുള്ളവരാക്കി നമ്മെ മാറ്റുന്നത്. 15-ാം വാക്യം. എനിക്ക് കരുണ തോന്നണം എന്നുള്ളവനോട് കരുണ തോന്നുകയും എനിക്ക് കനിവ് തോന്നണം എന്നുള്ളവനോട് കനിവ് തോന്നുകയും ചെയ്യും എന്ന് അവൻ മോശയോട് അരുളി ചെയ്തു. 16-ാം വാക്യം. അതുകൊണ്ട് ഇച്ഛിക്കുന്നവനാലുമല്ല ഓടുന്നവനാലുമല്ല കരുണ തോന്നുന്ന ദൈവത്താലത്രേ സകലതും സാധിക്കുന്നത്. നമ്മുടെ ആഗ്രഹം കൊണ്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തതുകൊണ്ടും നമ്മൾ മിടുക്കരാകില്ല. അതും ദൈവത്തിൻ്റെ കരുണയാണ്. ദൈവത്തിൻ്റെ കരുണയുണ്ടെങ്കിൽ കഠിനാധ്വാനം കൊണ്ട് പ്രയോജനമുണ്ട്. ദൈവത്തിൻ്റെ കരുണയും കനിവും ഇല്ലെങ്കിൽ കഠിനാധ്വാനത്തെക്കുറിച്ച് സങ്കീർത്തനം 127 പറയുന്നു, നിങ്ങൾ നന്നാ രാവിലെ എഴുന്നേൽക്കുന്നു, വളരെ താമസിച്ച് കിടക്കുന്നു, കഠിന പ്രയത്നം നടത്തി ഉപജീവിക്കുന്നു, അതെല്ലാം വെറുതെയാണെന്ന്. തൻ്റെ പ്രിയനോ അവനത് ഉറക്കത്തിൽ കൊടുക്കും. തൻ്റെ പ്രിയന് അത് വെറുതെ കൊടുക്കും, സ്വപ്നങ്ങളിൽ കൊടുക്കും, അവന് വിശ്രമം കൊടുക്കും. കഠിനാധ്വാനം അല്ല നമ്മെ ഉയരങ്ങളിലെത്തിക്കുന്നത്, ദൈവത്തിൻ്റെ കരുണയുള്ളവർക്കുള്ള കഠിനാധ്വാനം. അപ്പൊ ദൈവത്തിൻ്റെ കൃപ ലഭിച്ച മറിയോട് ഗബ്രിയേൽ മാലാഖ പറഞ്ഞു, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. കൃപ ലഭിച്ചവർക്കാണ് കഠിനാധ്വാനം കൊണ്ട് ഫലമുള്ളൂ. ദൈവം തെരഞ്ഞെടുത്തവരുടെ കഠിനാധ്വാനം അർത്ഥപൂർണമായി മാറും. ഏശാവും കഠിനാധ്വാനിയായിരുന്നു, എന്നാൽ അവന് വേട്ടക്കാരനായി മാറി. അവൻ കഠിനാധ്വാനം ചെയ്തത് ലോകത്തിലാണ്, എന്നാൽ യാക്കോബ് കഠിനാധ്വാനം ചെയ്തത് വാഗ്ദത്ത നിവൃത്തികൾക്ക് വേണ്ടിയാണ്. അവനോടുകൂടി ദൈവമുണ്ടായിരുന്നു. ദൈവം കൂടെ ഇരിക്കുന്നവന്റെ കഠിനാധ്വാനം വിജയമായി മാറും. ദൈവം കൂടെ ഇരുന്ന ജോസഫിന്റെ കഠിനാധ്വാനം വൃഥാവായി മാറിയില്ല. 17-ാമത്തെ വാക്യം. ഇതിനായിട്ടല്ലോ തന്നെ ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നു, നിന്നിൽ എൻ്റെ ശക്തി കാണിക്കേണ്ടതിനും എൻ്റെ നാമം സർവ്വഭൂമിയിലും പ്രസ്താവിക്കപ്പെടേണ്ടതിനും തന്നെ എന്ന് തിരുവെഴുത്തിൽ ഫറവോനോട് അരുളി ചെയ്യുന്നു. ഫറവോനെ ദൈവം ആക്കിയത്, ഫറവോൻ വിചാരിച്ചു ദൈവം ആരാണ്, ഞാനാ മിടുക്കൻ എന്ന് പറഞ്ഞ ഫറവോനെ
ദൈവം വീണ്ടും 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 കഠിനപ്പെടുത്തി. ഫറവോൻ വിചാരിച്ചു ദൈവത്തോട് മത്സരിക്കാമെന്ന്. ഏറ്റവും ഒടുവിൽ ലോകം മുഴുവനും പറഞ്ഞു ദൈവമാണ് ശക്തൻ. എങ്ങനെ? കടലിലെ ചെങ്കടലിൽ ഉപ്പുവെള്ളം കുടിച്ച് ചത്ത് വീർത്ത് ഫറവോനും കൂട്ടരും പൊങ്ങിക്കിടന്നപ്പോൾ മിരിയാം തപ്പെടുത്ത് നൃത്തം ചെയ്ത്, മോശയുടെ പെങ്ങൾ നൃത്തം ചെയ്തപ്പോൾ, ആ സമയത്ത് ഏത് കാലമെന്നറിയാം, ജോസഫിനെ അറിയാത്ത ഒരു ഫറവോൻ ആ കാലത്തുണ്ടായി. ദൈവം അനുവദിച്ചതാണ്. മോശയുടെ പെങ്ങൾ മിരിയാം പൈതൽ എന്താകും എന്ന് ചോദിച്ചുകൊണ്ട് വളരെയധികം ഈ കുഞ്ഞിനെ പെട്ടകത്തിൽ വെക്കുമ്പോൾ കരഞ്ഞതാണ്. എന്നാൽ അതേ പൈതൽ, ഫറവോന്റെ കഠിനകാലത്ത് വളർന്നു വന്ന അതേ പൈതൽ ചെങ്കടൽ രണ്ടാക്കി ഫറവോന്റെ മേൽ ന്യായവിധി നടത്തി മുന്നോട്ട് പോകുമ്പോൾ ജോസഫിനെ അറിയാത്ത ഫറവോന്മാരെ ദൈവം ന്യായം വിധിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അതായത് ഫറവോനെ ദൈവം നിർത്തിയത് ദൈവമാരാണെന്ന് ലോകത്തിനെ കാണിക്കാനാണെന്ന് ഈ വാക്യത്തിൽ പറയുകയാണ്. ഇതിനായിട്ടല്ലോ ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഫറവോനെ നിർത്തിയത് ആരാ? ദൈവമാണ്. ഫറവോനെ നിർത്തിയത് ഫറവോനല്ല, ദൈവമാണ്. അവനെ കഠിനപ്പെടുത്തിയതും അവനെ ഇസ്രായേൽ മക്കൾക്കെതിരെ തിരിച്ചതും എല്ലാം ദൈവമാണ്. എന്തിനാണ്? എത്ര എതിർപ്പ് വന്നാലും എത്ര കഠിനപ്പെട്ടാലും വാഗ്ദത്ത സന്തതിയെ തൊടാൻ കഴിയില്ല എന്ന് ദൈവം കാണിക്കേണ്ടതിന് ദൈവം ഫറവോനെ നിർത്തി. വാഗ്ദത്ത സന്തതിയെ തൊടാൻ കഴിയില്ല. ഇത് തന്നെ ദൈവസഭയെ അറിയണം. ദൈവസഭയ്ക്കെതിരെ വരുന്ന എല്ലാ എതിർപ്പുകളും ദൈവം അറിയാതെയല്ല. ചിലതിനെ ദൈവം അങ്ങോട്ട് കഠിനപ്പെടുത്തി നിർത്തുന്നതാണ്. എന്താണ്? ന്യായവിധി വരേണ്ടതിന്. ചിലതിനെ ദൈവം കരുണയുള്ളവരാക്കി മാറ്റുന്നു. എന്തിനു വേണ്ടി? അനുഗ്രഹിക്കപ്പെടേണ്ടതിന്. ദൈവത്തോട് മറുതലിക്കാതെ താഴ്മയോടെ കരച്ചിലോടെ നിലവിളിയോടെ അടുത്തു വരുന്നുണ്ടെങ്കിൽ ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ അടയാളം. എന്നാൽ എതിർത്ത് മറുത്ത് വെറുത്ത് ദൈവസഭയ്ക്കും ദൈവരാജ്യത്തിന് എതിരെ നിൽക്കുമ്പോൾ ഓർത്തേക്കണം, ദൈവം നിന്നെ ഒതുക്കാൻ സമയമായി. എല്ലാറ്റിൻ്റെ പുറകിൽ ദൈവത്തിൻ്റെ കൈ ഉണ്ടെന്നേ. ദൈവം അറിയാതെ ഒന്നും നടക്കുന്നില്ല. ചിലരെ കഠിനമാക്കുന്നതും ചിലരെ മൃദുലമാക്കുന്നതും അതിൻ്റെ പുറകിലെല്ലാം ദൈവമാണ്. എന്നാൽ പിന്നെ എല്ലാം ദൈവം അങ്ങോട്ട് ചെയ്തോട്ടെ എന്ന് പറഞ്ഞ് വെറുതെ നിൽക്കാൻ പറ്റുമോ? ഇല്ല. നമുക്ക് അസൈൻമെൻറ്റുകളുണ്ട്. വില മുടക്കണം. ദൈവം തിരഞ്ഞെടുത്തവർ വില മുടക്കണം. നാളെ പിശാച് ദൈവത്തിൻ്റെ മുമ്പിൽ കുറ്റം പറയാനിടയാകരുത്. വില മുടക്കി മാത്രമേ ദൈവമക്കൾ പ്രാപിക്കുകയുള്ളൂ. കണ്ണുനീരോടെ വിതച്ചാർപ്പോടെ കൊയ്യണം. വെറുതെയൊന്നും ആരും ഉയർന്നു വരില്ല. കാരണം ദൈവം നീതിമാനാണ്. നാളെ ദൈവത്തിൻ്റെ നീതിയെ ചോദ്യം ചെയ്യാൻ പിശാചിന് പോലും ഇടം കൊടുക്കാതെ ദൈവം വില മുടക്കുന്നവരെ മുന്നിൽ കൊണ്ടുവരും. എന്നാൽ എതിർത്ത് നിൽക്കുന്നവർ അവർ അബദ്ധങ്ങളിൽ പോയി ചാടും. ദൈവത്തോട് കളിക്കാൻ ആർക്കും കഴിയില്ല. അപ്പോൾ ഇവിടെ വായിക്കുന്നു, ഇങ്ങനെ തനിക്ക് മനസ്സുള്ളവനോട് താൻ കരുണ തോന്നുന്നു, തനിക്ക് മനസ്സുള്ളവരെ അവൻ കഠിനനാക്കുന്നു. ദൈവത്തിൻ്റെ സ്വാതന്ത്ര്യത്തെ ആരും ചോദ്യം ചെയ്യരുത്. എന്തുകൊണ്ട് എനിക്കിങ്ങനെ ഭവിച്ചു? എൻ്റെ കുഞ്ഞ് എന്തുകൊണ്ട് ഇങ്ങനെ ജനിച്ചു? ഞങ്ങൾക്ക് മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ വന്നു? ദൈവം എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു? ആ വാക്ക് മേലാൽ പറയരുത്. എല്ലാറ്റിൻ്റെ പുറകിൽ ദൈവത്തിന് ഉദ്ദേശമുണ്ട്. നീ ഒരു ദൈവ പൈതലാണോ? നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം തിന്മയ്ക്കല്ല, അത് നന്മയ്ക്കാണ്. നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം തിന്മയ്ക്കല്ല, അത് അനുഗ്രഹത്തിന് വേണ്ടി. എന്നാൽ ചിലരുടെ പ്രവൃത്തി കാണുമ്പോഴറിയാം അവരെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം നന്മയ്ക്കല്ല, അത് തിന്മയ്ക്കാണ്. എന്നാൽ എന്നെ കേൾക്കുന്ന ദൈവ പൈതൽ അറിയണം, നിനക്കിത് നന്മയാകും. ഇന്നത്തെ നിന്റെ വിഷയം നിനക്ക് വിടുതലാകും. കാരണം നീ ദൈവത്തിൻ്റെ കരുണ ലഭിച്ച വ്യക്തിയാണ്. കർത്താവ് അനുഗ്രഹിക്കും. പ്രാർത്ഥിക്കുക. യേശുവേ, ഈ സന്ദേശം തിരിച്ചറിഞ്ഞ് നന്ദി പറഞ്ഞ് കർത്താവിനോട് കൂടുതൽ അടുക്കുവാൻ പരിശുദ്ധാത്മാവിനെ സഹായിക്കണം. ഈ ദൈവവചനത്തിൻ്റെ മർമ്മങ്ങൾ തിരിച്ചറിഞ്ഞ് അനുഗ്രഹത്തിൻ്റെ ചുവടുകൾ വിലമുടക്കി വയ്ക്കുവാൻ, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പാൻ, ഉപവസിപ്പാൻ, കണ്ണുനീരോടെ ചാർപ്പോടെ കൊയ്ത് അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ ഈ മക്കളെ സമർപ്പിക്കും. യേശുവിൻ നാമത്തിൽ ആമേൻ. ഓരോ ദിവസത്തെ പഠനത്തിലും അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമുണ്ട്. നിങ്ങളത് പ്രാപിച്ച് മുന്നോട്ട് പോകും. നീ തോറ്റുപോകില്ല.
കഠിനനാകരുത്. ഓരോ വിഷയത്തിലും താഴ്മയോടെ കണ്ണുനീരോടെ നന്ദിയുള്ളവരായി ദൈവത്തെ സേവിക്കാം. ഗോഡ് ബ്ലെസ് യു. सारे सृष्टि पर तेरा अधिकार, तू राजाधिराज है प्रभु। तुझसे जमीन, तुझसे आसमान, जग का तुम्हारे प्रभु। सारे सृष्टि पर, सारी सृष्टि पर तेरा अधिकार, तू राजाधिराज है प्रभु। तुझसे जमीन, तुझसे आसमान, जग का तुम्हारे प्रभु। सजना इबादत हो तेरी सदा, करते हैं सजना। इबादत हो तेरी सदा, हजारों सुबह
सजदा इबादत हो तेरी सदा करते करते है सजदा इबादत हो तेरी सदा करते करते है सजदा इबादत हो तेरी सदा हजारों जुबानें गाए तेरा ही नाम दोहराए यीशु तू पवित्र है हजारों जुबानें गाए तेरा ही नाम दोहराए यीशु तू पवित्र है हजारों जुबानें गाए तेरा ही नाम दोहराए यीशु तू पवित्र है हजारों जुबानें गाए तेरा ही नाम दोहराए यीशु तू पवित्र है यीशु तू पवित्र यीशु तू पवित्र है അങ്ങ് പരിശുദ്ധൻ यीशु तू पवित्र है यीशु तू पवित्र है यीशु तू पवित्र है ओ, यीशु तू पवित्र है ദൂതന്മാരോട് ചേർന്ന് പാടിയട്ടെ ഓ यीशु तू पवित्र है यीशु तू पवित्र ora mamma schietteriatore यीशु तू पवित्र है यीशु तू पवित्र है सजदा